ഹലോ ഗൈസ്, വെൽക്കം ടു നെറ്റ്സ് ഓണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ചാനൽ ഒരു ട്രാവൽ വീഡിയോ ഇടുന്നത്. ഞങ്ങളത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം തെന്മലയാണ്. അതെ, തെന്മലയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 67 കിലോമീറ്റർ ഉണ്ട് തെന്മലയിലോട്ട്. തെന്മലയുടെ പാലത്തിൻ്റെ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഡാമൊക്കെ കാണാൻ പറ്റുന്നതാക്കണ്ട ഡാം. പിന്നെ ജാനുവിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് അല്ലേ? ഫസ്റ്റ് ജാനു ഇത്രയും ദൂരം ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. നീ എപ്പോൾ തെന്മല വന്നു? വന്നിട്ടില്ല. അതെ, വസുവും ആദ്യമായിട്ടാണ് തെന്മല. നമുക്ക് ഇവിടെ പരിചയമുള്ള ഒരു റിസോർട്ടുണ്ട്, തെന്മല എക്കോ റിസോർട്ട്. നമ്മൾ അവിടെയാണ് ഇന്നത്തെ സ്റ്റേയും കാര്യങ്ങളും എല്ലാം. പിന്നെ സമയം കിട്ടുമെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ, ഇവിടെയുള്ള ചെറിയ പൂളിലൊക്കെ ഇറങ്ങും, ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യും. അങ്ങനത്തെ വീഡിയോ ആണ്. ജാനുവിനെ കാണാൻ പറ്റുന്നില്ലല്ലേ? ജാനു അയ്യോ, ഇതാ നമ്മൾ രാവിലെ ഒരു 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ജാനുവും ബസ്സും ഒക്കെ നല്ല ഉറക്കമായിരുന്നു. കാണാത്തിടന്ന് ബസ്സും കിടന്ന് ഉറങ്ങി ഇപ്പം എണീറ്റേ ഉള്ളൂ. ആര്യക്ക് ക്ഷീണമുണ്ടോ? ഇല്ല. അപ്പോൾ ഇനി നമ്മൾ നേരെ കഴിക്കാനായിട്ട് ഇവിടെ ഏതെങ്കിലും സ്ഥലം തപ്പണം. നേരെ കഴിച്ചിട്ട് കാണാം. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇവിടെ നിന്നാണ് കഴിച്ചത്. തെന്മല ഗാർഡൻ റെസ്റ്റോറൻറ്റ്. ഇതിന് ഓപ്പോസിറ്റാണ് സ്ഥലം. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും കാറിലോട്ട് കയറി നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തെന്മല എക്കോ റിസോർട്ട്. പിന്നെ ഫുഡിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ വളരെ ഡീസൻറ്റ് ഫുഡ്. വലിയ കിടിലമൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഇവിടെ കിട്ടുന്നതിൽ വെച്ച് കൊള്ളാം. ഞാൻ ദോശയാണ് കഴിച്ചത്. ഞാൻ നെയ്റോസ്റ്റും മസുമാരിയും പ്ലെയിൻ ദോശ അല്ലേ. പിന്നെ ബെറോട്ട കിട്ടും. 3 ഐറ്റമേ അവിടെ ഉള്ളൂ. നല്ല അഫോർഡബിൾ റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല ഫുഡാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തെന്മല എക്കോ റിസോർട്ട്. ഇവിടെയാണ് നമ്മൾ ഇന്ന് താമസിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ 2 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അങ്ങോട്ട് കയറാനായിട്ട് പറ്റില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് കയറാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഊണും എല്ലാം ഇന്നിവിടെ തന്നെയാണ്, ഡിന്നറും നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം. അപ്പോൾ ഇനി ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലം നമുക്ക് വിസിറ്റ് ചെയ്യണം. അത് ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. നിങ്ങളിപ്പോൾ കണ്ടത് തെന്മലയിലെ ഫേമസ് ആയിട്ടുള്ള 13 ആർക്ക് ബ്രിഡ്ജാണ്. 13 ആർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ 13 ഈ ആർക്ക് പോലത്തെ എൻട്രൻസുകളുണ്ട്. അടിപൊളിയാണ്. ഇതിൻ്റെ മുകളിലൊക്കെ കയറാനായിട്ട് പറ്റും. പക്ഷേ നമ്മളിപ്പോൾ മുകളിലോട്ട് കയറിയില്ല. നമ്മൾ നേരെ പാലരുവിയിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. മുകളിൽ ആൾക്കാർ നിൽപ്പുണ്ട്. നമ്മൾ പിന്നെ മുകളിൽ കയറാത്തത് ജാനു ഓൾറെഡി ഉറക്കമാണ്. പിന്നെ ജാനുവിൻ്റെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാനും ബസ്സുമൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് ആര്യ ഇതിനകത്ത് ഇരിപ്പുണ്ട്, ജാനുവിന് കൂട്ടായിട്ട് ഇരിപ്പുണ്ട്. ആര്യ ഇവിടെ ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞ് പാലരുവിയിൽ ഇറങ്ങുന്നുള്ളൂ. ആര്യ ഇവിടെ വന്നിട്ടുണ്ടോ? അതെ, പൊതുവെ ഈ റൂട്ട് പോകുന്നവർക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പ്ലേസ് ആണ് ഈ 13 ആർക്ക് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഭയങ്കര അടിപൊളിയാണ്, ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ ഇനി നേരെ പാലരുവിയിലോട്ട്. Hey, go on. Whip up my appetite. Don't leave me
here high and dry. Oh, well, I don't wanna jinx it, baby, and twist myself at the spine. Don't wanna overthink it, baby. It's just twist your body and mine. Baby, you give me ice and fire. You're giving me wind and rain. You're some kind of butterfly. Baby, you give me midnight. You whip up my appetite. Don't leave me here high and dry. Oh, but I don't wanna jinx it, baby. Let's not get ahead of my time. Oh, but I don't wanna miss you, baby. So I stand up and speak just my mind. Oh. Baby, you give me ice and fire. You're channeling wind and rain. You're some kind of butterfly. Baby, you give me midnight. You whip up my appetite. Don't leave me here high and dry. Baby, you give me ice and fire. You're channeling wind and rain. You're some kind of butterfly. Baby, you give me midnight. You whip up my appetite. Don't leave me here high and dry. Oh, 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 ഫ്രണ്ട്സ്, അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞതാ നമ്മൾ റൂമിലെത്തി. ബസ്സുമെല്ലാം കിടക്കുകയാണ്. ഇത് ആരവും ഇതിനും കിടക്കുകയാണ്. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ബൊഫേ ആയിരുന്നു. മീനിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. മീൻ പീര വറ്റിച്ചത്, പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഞാൻ എല്ലാം ഒന്നും എടുത്തില്ല. ആരും എല്ലാം വേറെ ഉണ്ടാക്കാതെ. മീൻ അടിപൊളിയായിരുന്നു എന്നാണ് ആര്യ പറയുന്നത്. ഞാൻ മീൻ എടുത്തില്ല. ഞാൻ ആദ്യം തുടങ്ങിയത് കപ്പയെന്നായിരുന്നു. കപ്പയും അവരുടെ മുളക് ചമ്മന്തി എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ചോറ് ബാക്കി എല്ലാ കറികളും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇനി റൂം ഞാൻ കാണിച്ചുതരാം. റൂം അവരുടെ പുതിയ റൂമാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്ത റൂം ടൂർ. ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കബോർഡുണ്ട്. അത്യാവശ്യത്തിൽ കൂടുതൽ സ്പേസ് ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്തൊരു ഡ്രസ്സിങ് യൂണിറ്റ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഷൂ റാക്കും പിന്നെ കുടയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വിശാലമായൊരു ബെഡ്. പിന്നെ ഇവിടെ ഒരു TV യൂണിറ്റ്, 2 കസേര, ഒരു ചെറിയ ടീപ്പോ. പിന്നെ ഇവിടെ ഒരു ടേബിളുണ്ട്. പിന്നെ ഇവിടെ ഒരു മിനി ഫ്രിഡ്ജുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ബാത്റൂം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ആര്യ, റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ? വസുവിന് ഇഷ്ടപ്പെട്ടോ? ജാനുവിന് ഇഷ്ടപ്പെട്ട റൂമൊക്കെ? റൂം ഇഷ്ടപ്പെട്ടാ? ഓന്ന് സമയം ഇപ്പോൾ 7:30 നമ്മളിതാ പൂളിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. അടിപൊളി പൂളാണ്, ആരുമില്ല.
ഫുൾ ടൈം ആക്സസ് ആണ് കേട്ടോ, എപ്പോൾ വേണം നമുക്ക് ഇറങ്ങാം. സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പൂളിലൊക്കെ ഇറങ്ങാനായിട്ടാണ് വന്നത്. പക്ഷേ വസുവിന് ചെറിയ ഒരു കഫക്കെട്ട് പോലെ, കഫക്കെട്ടല്ല പനിയല്ലേ, സോറി പനി പോലെ എനിക്കും തൊണ്ടയൊക്കെ വരുമാതിരി. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇറങ്ങുന്നില്ല, നമ്മൾ എന്ന് ഇറങ്ങും, നാളെ ഇറങ്ങും. അതെ, നാളെ രാവിലെ ഇറങ്ങും. അത് ആര്യയും ജാനും ഇരിപ്പുണ്ട്. ആര്യ ഇറങ്ങുന്ന പൂളിൽ, ആര്യ ഇവിടെ പേടിച്ച് പറച്ചിരിക്കുകയാണ്. കൊള്ളാട്ടോ, നല്ല ആംബിയൻസ് ആണ്. ഞാൻ അങ്ങോട്ടൊക്കെ കാണിച്ചു തരാം. ഈ ചെറിയ ചെറിയ ലൈറ്റ് കാണുന്നതൊക്കെ അവരുടെ സ്ഥലമാണ്. അത് അവരുടെ കോട്ടേജാണ്. ഈ ബിൽഡിംഗ് ഇപ്പോൾ അവർ പുതുതായിട്ട് നിർമ്മിച്ചതാണ്. ഇവിടെ എല്ലാം ഒക്യുപ്പൈ ആയിട്ടുണ്ട്. ഇതൊരു മൂന്ന് നില ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന് താഴെയും ഒരു പൂളുണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. ഇതിൻ്റെ താഴെ ഒരു പൂളുണ്ട്, കണ്ടോ. ഈ പൂൾ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് വെള്ളം ഇത് വഴി താഴോട്ട് പോകും. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതിന് താഴോട്ട് അവിടെ ഒരു പോണ്ട് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ അവിടെ ഒരു ഹട്ടുണ്ട്. ഇതൊക്കെ ഞാൻ രാവിലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ചെറിയ ലൈറ്റുള്ള എല്ലാം അവരുടെ ഏരിയ ആണ്. പയ്യെ